അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ഷോറൂമിൽ നിന്ന് ഡെലിവറി പോകാൻ പോകുന്നൊരു ഹോണ്ട സിറ്റിയാണ്. കാൻഡി റെഡ് ഷെയ്ഡിലാണ് ആക്ച്വലി ഇത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. കാൻഡി റെഡ് എന്ന് പറയുമ്പോഴും നമ്മൾ നോർമൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള കാൻഡി റെഡ് എന്ന് പറയുമ്പോൾ ഒരു അല്പം കൂടി ലൈറ്റ് ഷെയ്ഡാണ്. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലാണ് ഈ ഒരു കാൻഡി റെഡിൻ്റെ കളർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ ബ്ലാക്ക് റൂഫ് കൂടി നൽകിയിട്ടുണ്ട്. വല്ലാണ്ട് കൊതി തോന്നി പോകുന്നൊരു വാഹനം, അതാണ് ഒറ്റ വാക്കിൽ ഈ ഒരു വണ്ടിയെപ്പറ്റി പറയാനായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും ആക്ച്വലി എന്ത് പറയണമെന്നോ എവിടെ നിന്ന് തുടങ്ങണമെന്നോ ഒരു ഐഡിയ കിട്ടുന്നില്ല. 2011 മോഡൽ വെഹിക്കിളാണ്. അതിനെ റീസ്റ്റോർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് 3 ഇയർ വാറൻറ്റി വരുന്ന ഗ്രഫൈൻ കോട്ടിങ് കൂടി ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഔട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ കളർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഈ ഒരു പെയിൻറ്റിന് 3 ഇയർ വാറൻറ്റി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കാൻഡി റെഡ് ഷെയ്ഡിന് ഒരു അല്പം കൂടി കോംബോ എന്നുള്ള രീതിയിൽ പിയാനോ ബ്ലാക്കാണ് റൂഫിൽ വന്നിട്ടുള്ളത്. അതുപോലെ സൈഡ് മിററിൽ വന്നിട്ടുള്ളത്, ഡോർ ഹാൻഡിൽസിന് വന്നിട്ടുള്ളത്, അലോയ് വീൽസിന് വന്നിട്ടുള്ളത്. അലോയ് വീൽസ് ഞാനൊന്ന് ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അലോയ് വീൽസിന് നിങ്ങൾ ശ്രദ്ധിച്ചല്ല, ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ്. ആക്ച്വലി അത് സ്റ്റിക്കർ കട്ട് ചെയ്ത് ആ ഒരു സെൻറ്റർ ക്യാപ്പിൽ ഫിക്സ് ചെയ്തതിന് ശേഷം അതിന് പുറത്തുകൂടി ക്ലിയർ കോട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പീൽ ഓഫ് ആയി പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാലിപ്പേഴ്സും റെഡ് കളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കാൻഡി അല്ല, കുറച്ചുകൂടി ഒരു ബ്ലഡ് റെഡ് കോംബോയിലാണ് ആ ഒരു കാലിപ്പേഴ്സിനെയൊക്കെ തന്നെ കളർ ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ ഫ്രണ്ട് ഗ്രില്ലിലോട്ട് നോക്കുന്ന സമയത്ത് നോർമൽ നമ്മൾ പിയാനോ ബ്ലാക്കാണ് ഗ്രില്ലിനൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യാറ്. പക്ഷേ ഇതൊരു ചെറിയ ചേഞ്ച് എന്നുള്ള രീതിയിൽ ഒരു ഡാർക്ക് ഗോൾഡ് ഷെയ്ഡാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതായത് പ്രോപ്പർ ഗോൾഡ് അല്ല, എന്നാൽ ബ്രോൺസും അല്ല, എന്നാൽ സിൽവറും അല്ല. ആ രീതിയിലൊരു ഷെയ്ഡാണ്. നല്ല ബ്രൈറ്റ് സൺലൈറ്റിലൊക്കെ കിടക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഒരു ലുക്ക് വേറെ ലെവലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഏരിയയും താഴത്തെ എയർ ഡാമും പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. വാഹനത്തിൻ്റെ മേൽവശത്തോട്ട് നോക്കുമ്പോഴത്തേക്കും സാധാരണ ഡ്യുവൽ ടോൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ എ പില്ലർ ബി പില്ലർ ഒക്കെ തന്നെ ചെയ്യുന്നതാണ് ഒരു ട്രെൻഡ്. പക്ഷേ നമ്മുടെ അവിടെ നിന്ന് ഡ്യുവൽ ടോൺ പൊതുവേ റൂഫ് മാത്രമായിട്ടാണ് ചെയ്തെടുക്കാറ്. ഇത് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, റൂഫിൻ്റെ ഏരിയയിൽ മാത്രമായിട്ട് പിയാനോ ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു വെഹിക്കിളിനെ വേറെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലിനി ചെറിയൊരു ചേഞ്ചും കൂടി വരുത്താനായിട്ടുള്ളത് നമ്പർ പ്ലേറ്റിൻ്റെ കാര്യമാണ്. കാരണം ഹോണ്ട മാനുഫാക്ചറുടെ അടുത്തുനിന്ന് വരുന്ന നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഇരിപ്പുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് നോർമൽ ഒരു നമ്പർ പ്ലേറ്റ് മാത്രമായിട്ട് ഈ വാഹനത്തിൽ വയ്ക്കണമെന്ന് ഇതിൻ്റെ ഓണർ പറയുകയുണ്ടായി. നമ്പർ പ്ലേറ്റിന് ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ വാഹനം ഡെലിവറിക്ക് കൊടുക്കാൻ പോകുന്ന വഴിക്ക് നമ്മൾ എടുത്തിട്ട് തിരിച്ച് കസ്റ്റമറിൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കാനാണ് പോകുന്നത്. ബാക്ക് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു സ്പോയിലർ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഒരുപാട് വിമാനത്തിൻ്റെ ചിറക് പോലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം വാഹനത്തിൻ്റെ ഒരു സ്പോയിലറിൻ്റെ എഫക്റ്റ് നൽകുന്ന രീതിയിൽ, ആ ഒരു ഫാൻസി ഫീൽ നൽകുന്ന രീതിയിൽ ഈ ഒരു സ്പോയിലർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള ഹോണ്ടയുടെ ആ ഒരു ബാഡ്ജിങ്ങും അതിന് താഴെ വരുന്നൊരു ക്രോം എലമെൻറ്റും നമ്മൾ ഫ്രണ്ട് ഗ്രില്ലിന് കൊടുത്ത അതേ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ മേളിൽ വന്നിരിക്കുന്ന സ്പോയിലറിൻ്റെ കളർ കറക്റ്റ് പിയാനോ ബ്ലാക്കാണ്. താഴെ നിങ്ങൾക്ക് ആ ഒരു ക്രോം ഏരിയ ആക്ച്വലി ഡാർക്ക് ഗോൾഡ് എന്നുള്ള ആ ഒരു ഷെയ്ഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വ്യത്യാസം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. ഇനി ഒരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ടെയിൽ ലാമ്പിനാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ടിൻറ്റഡ് ടെയിൽ ലാമ്പ്സ് അല്ലെങ്കിൽ സ്മോക്ഡ് ടെയിൽ ലാമ്പ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും എളുപ്പപ്പണി എന്നുള്ള രീതിയിൽ അത് ടിൻറ്റ് ചെയ്ത് കൊണ്ടുവരാറാണ് സ്വാഭാവികമായിട്ടും ചെയ്യാറ്. പക്ഷേ ഇവിടെ ടിൻ്റൊന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി കൂടിയ ക്ലിയറിൽ 2 ഡ്രോപ്പ് ബ്ലാക്ക് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പിനെ സ്മോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇനി എത്ര ഹീറ്റായാലും പീൽ ഓഫ് ആയി പോകുന്നു പേടിക്കേണ്ട. സാധാരണയായിട്ട് ടിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ്സൊക്കെ തന്നെ ടിൻറ്റ് ചെയ്ത വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച കാര്യം അതിൻ്റെ എഡ്ജസ് ചെയ്യുന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഇളകി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ സ്മോക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ഒരു ബ്യൂട്ടി നല്ല രീതിയിൽ ഹെഡ് ചെയ്യുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ ലൈഫ് കുറേ കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യും. വാഹനത്തിൻ്റെ താഴെ വരുന്ന ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഏരിയയിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് വാഹനത്തിൻ്റെ ഓവറോൾ ഒരു റിയർ പ്രൊഫൈൽ വന്നിട്ട്. ഇൻറ്റീരിയറിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ജസ്റ്റ് സീറ്റ് കവർ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാം തന്നെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വാഹനത്തിൻ്റെ ഉൾവശത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു നോർമൽ ബ്ലാക്ക് കളർ വിത്ത് റെഡ് സ്റ്റിച്ചസ് എന്നുള്ള രീതിയിൽ ആർട്ട് ലെതർ യൂസ് ചെയ്താണ് സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വേറെ അതിൽ എന്താ പറയുക, നമ്മുടെ ലെഗ് സപ്പോർട്ടോ അല്ലെങ്കിൽ ലംബാർഡ് സപ്പോർട്ട്, തൈ സപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അഡീഷണൽ കൊടുക്കാനായിട്ട് നിന്നില്ല. നോർമൽ ഇപ്പോൾ ഉള്ള സീറ്റ്സിന് പുറമേ തന്നെ ജസ്റ്റ് ഒന്ന് കവർ ആഡ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അത് ബോഡി ഫിറ്റിങ്സ് എന്നുള്ള രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കുന്ന ലെവലിലുള്ള സീറ്റ് കവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ഒരു കളർ തീമിന് മാച്ച് ആകുന്ന രീതിയിൽ നമ്മൾ അതിനൊരു റെഡ് സ്റ്റിച്ചസ് നൽകി എന്നുള്ളത് ഒരു ചെറിയ ഹൈലൈറ്റാണ്. സെയിം തീമിൽ തന്നെ സ്റ്റിയറിംഗ് വീൽ കവറും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഹോണ്ട സിറ്റി, ഈ ഒരു ഡിസൈനിലുള്ള ഹോണ്ട സിറ്റി
ഇന്നെന്നല്ല എനിക്ക് തോന്നുന്നു ഹോണ്ട സിറ്റി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇഷ്ടമുള്ള ഒരു മോഡൽ കൂടിയിട്ടാണ് ഈ ഒരു ഡോൾഫിൻ ഷേപ്പ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ 1-2 സീരീസ് മാത്രമാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഫേസ് ലിഫ്റ്റൊക്കെ വന്ന് ഹോണ്ട സിറ്റി ഒരല്പം കൂടി വലിയ വാഹനമായി മാറുകയുണ്ടായി കാഴ്ചയ്ക്ക്. പക്ഷേ എനിക്കെന്തോ ഹോണ്ട സിറ്റി അന്നും ഇന്നും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു മിഡിൽ ഇറങ്ങിയ വേർഷനാണ്. ഇതിന് മുന്നത്തെ വേർഷനും ഉണ്ടായിരുന്നു, നമ്മുടെ പഴയ ലാൻസറിനൊക്കെ ഓൾമോസ്റ്റ് സിമിലറായിട്ട് നിൽക്കുന്ന ഹോണ്ട സിറ്റി ഉണ്ട്. അതും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കെന്തോ ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതേ രീതിയിലുള്ള 3ാമത്തെ ഹോണ്ട സിറ്റിയാണ് കേട്ടോ നമ്മളിവിടെ വർക്ക് ചെയ്ത് ഡെലിവറി കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ പറയാനായിട്ടുള്ളൂ. ഈ ഒരു വാഹനമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം. ഞങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഉടനെ റിപ്ലൈ തരാം. അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവേത് ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ കസ്റ്റം വർക്ക്സിൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഈ ഒരു വർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തു എന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ ഒരു ഫീഡ്ബാക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനായിട്ടുള്ളൂ. അടുത്തൊരു ഡീറ്റെയിലിംഗ് വർക്കിൻ്റെ ഫുൾ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.